നമ്മുടെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിനും നമുക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിലൊന്നാണ് അമിത ചിന്ത ഒഴിവാക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ചുറ്റിനും നടക്കുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുകയും മനസ്സിൽ ക്രിറ്റിസൈസ് ചെയ്യുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള എനർജി നഷ്ടപ്പെടും. അതുകൊണ്ട് അമിത ചിന്ത, അനാവശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്ത ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യമാണ് എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. അതൊരിക്കലും നമുക്ക് നടക്കാത്ത കാര്യമാണ്. എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരും പ്ലീസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കുക. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അത് സെൽഫിഷ് ആവാനല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കണ്ട, അങ്ങനെയല്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. മൂന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്ത. പാസ്റ്റിനെ കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്ത ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗ്രഡ്ജസോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യം പോലെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. കഴിഞ്ഞു പോയതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുക, അത് കഴിഞ്ഞു. ഇനിയും പ്രസന്റിനെ കുറിച്ച് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യും. നാലാമത്തെ ഒരു കാര്യമാണ് എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നത്. മറ്റുള്ളവരുമായി എപ്പോഴും കമ്പയർ ചെയ്യുന്നതും നമ്മുടെ ഉള്ളിൽ ഒരു പ്രഷർ സൃഷ്ടിക്കുകയും നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ നമ്മൾ ചിലപ്പോൾ ആര് എന്ത് പറഞ്ഞാലും എല്ലാം ചെയ്യാനായിട്ട് അങ്ങ് ഏറ്റെടുക്കും. നമുക്ക് നോ പറയാനുള്ള ഒരു മടി. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രഷർ കൊടുത്ത് നമ്മൾ ചിലപ്പോൾ സമയം മാനേജ് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക, നോ പറയാൻ പഠിക്കുക, ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. അതുപോലെ എപ്പോഴും നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അതിനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രാത്രിയിൽ ഒരു കൃത്യമായിട്ട് ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏഴാമത്തെ കാര്യമാണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ ഇംപെർഫെക്ഷൻസ് എന്താണോ അത് തിരിച്ചറിഞ്ഞ് പിന്നീട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നന്നാക്കാൻ ശ്രമിക്കുക. അല്ലാതെ അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് പെർഫെക്ഷൻ വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് സ്ട്രെസ് ആക്കേണ്ട കാര്യം ഇല്ല. എട്ടാമത്തെ കാര്യമാണ് മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മാറ്റങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അനിവാര്യമാണ്. മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനെ ഭയക്കേണ്ടതോ അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക.